ഹലോ ഗായ്സ്, ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കടലക്കറിയാണ്. അതിന് കുറച്ച് കടല കുതിർത്തി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ പൊടി, പട്ട, ഗ്രാമ്പ്, പെരിഞ്ജീരകം, ഒരു ഉള്ളി, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് അരയ്ക്കുക. കടല കുതിർത്തി വെച്ചതിന് കഴുകി വെക്കുക. അതിന് ശേഷം നമുക്ക് കുക്കർ വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ അരച്ചതിന് അതിൻ്റെ ഞാൻ കുക്കറിൽ ഒഴിച്ച് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു. അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇടണം. പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഒന്ന് എണ്ണ തെളിയുന്നവരെ ഒന്ന് വെക്കാം. അതിന് ശേഷം നമുക്ക് കടല കുതിർത്തി വെച്ച കടല നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം കേട്ടോ. നമുക്ക് ഗ്യാസൊക്കെ ഇപ്പോൾ കിട്ടാൻ വലിയ പ്രയാസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് വെച്ച് വിസിൽ വെച്ച നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല കടലക്കറി സൂപ്പറായിട്ടുണ്ടാകും. അപ്പോൾ കുക്കറിൽ വേകാൻ വെച്ച ശേഷം നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ നന്നായിട്ട് വെന്തു. നമുക്ക് കടല എത്ര വേകണമെന്ന് നമുക്കറിയാലോ. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് അതിനുള്ള വിസിൽ വയ്ക്കുക. നന്നായി വേവിച്ചെടുക്കുക. നന്നായി ഇളക്കിയ ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. അടിപൊളിയായിട്ട് നല്ല മണം ഉണ്ടാകും. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുക. തേങ്ങ ആവശ്യമില്ല. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ വേണ്ട വെച്ചാൽ അങ്ങനെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്, കരിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പുട്ട് റെഡിയായി. അടിപൊളി കടലക്കറിയായി. എളുപ്പമല്ലേ നമുക്ക്. ഇപ്പോൾ ഗ്യാസ് അത്ര ചിലവില്ല. കടല ആദ്യം വേവിച്ചിട്ട് പിന്നെ മസാല വേവിച്ചിട്ട് അതിനൊക്കെ നിൽക്കണ്ട. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കടലക്കറി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലി, പിന്നെ ആപ്പം, ഇടിയാപ്പം, പുട്ട്, നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ കടലക്കറി റെഡിയായി. ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ഒക്കെ ചെയ്യണേ. ബൈ.